നമ്മളെ ഇഷാൻ കിഷനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതിരുന്നാൽ എങ്ങനെ? അമ്മാതിരി ഒരു തിരിച്ചുവരവല്ലേ ആശാൻ നടത്തിയത്. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ടീമിൽ നിന്നും ഒഴിവാക്കുന്നു, BCCI കരാറിൽ നിന്നും ഒഴിവാക്കുന്നു. പിന്നീട് അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് കളിക്കാൻ പോയി. അവിടെ വെടിക്കെട്ട് പ്രകടനമാണ് നടത്തിയത്. സെഞ്ചുറികൾ അടിക്കുന്നു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനെ കിരീടം ചൂടിക്കുന്നു. പിന്നീട് ഇപ്പോൾ ഇന്ത്യൻ T20 ടീമിലേക്ക് മടങ്ങിയെത്തുന്നു. അതും രണ്ടാം വിക്കറ്റ് കീപ്പറായിട്ടാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. തിലക് വർമ്മ ടീമിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രം പ്ലേയിങ് ഇലവനിൽ എത്തുന്നു. ആദ്യത്തെ മത്സരത്തിൽ ഒന്നും ചെയ്യാനായില്ല. എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ ഇതിന്റെ എല്ലാം കേട് തീർക്കുന്ന പ്രകടനമാണ് ഇഷാൻ പുറത്തെടുത്തത്. 32 പന്തിൽ 76 റൺസാണല്ലോ ഇന്നലെ അടിച്ചു കൂട്ടിയത്. ഇന്ത്യ രണ്ടാമത്തെ ഓവറിൽ തന്നെ 2 വിക്കറ്റ് നഷ്ടത്തിൽ 6 റൺസ് മാത്രം എടുത്തിരുന്ന സമയത്ത് മൂന്നാമത്തെ ഓവർ മുതൽ തുടങ്ങിയ അടിയാണ് ഇന്ത്യ നിസ്സാരമായിട്ട് ഈ ഒരു വലിയ സ്കോർ പിന്തുടരാൻ സഹായിച്ചതും ഇഷാന്റെ ഒരു ഇന്നിങ്സ് തന്നെയാണ്. അതിന് പകരമായിട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും അദ്ദേഹത്തിന് കിട്ടി. ഇതോടെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഷാൻ ഇറക്കിയിരിക്കുന്നത്. T20 ലോകകപ്പിൽ തന്നെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളത്. തിലക് വർമ്മ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാനം നഷ്ടമാകേണ്ടിയിരുന്ന ആളാണ് ഇഷാൻ കിഷൻ. എന്നാൽ ഇപ്പോൾ സഞ്ജു സാംസണിന്റെ സ്ഥാനം നഷ്ടമാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം കഴിഞ്ഞ 2 മത്സരത്തിലും സഞ്ജു നിരാശപ്പെടുത്തി. അടുത്ത ഒരു മത്സരത്തിൽ ചിലപ്പോൾ സഞ്ജുവിന് ചാൻസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അഥവാ കിട്ടിയാൽ തന്നെ ആ ഒരു മത്സരത്തിലും തിളങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇഷാന്റെ ബാക്കപ്പായിട്ട് സഞ്ജു മാറേണ്ടി വരും. എന്തായാലും ഇന്ത്യയുടെ T20 സ്ക്വാഡിൽ താൻ ഒരു അഭിവാജ്യ ഘടകമാണെന്ന് ഇന്നലത്തെ ഈ ഒരു ഒറ്റ ഇന്നിംഗ്സിലൂടെ ഇഷാൻ തെളിയിച്ചിരിക്കുകയാണ്.